അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദു അയ്യുഹന്നാസ് തഖുല്ലാഹ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ റമദാനിലെ 15ാമത്തെ നോമ്പാണ് നമ്മൾ ഇന്ന് അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ നോമ്പ് പൂർത്തിയാകുമ്പോൾ വിശുദ്ധമായ ഈ മാസത്തിൻ്റെ ആദ്യ പകുതി അവസാനിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഈ ദിവസങ്ങളിൽ നാം ചെയ്ത മുഴുവൻ ആരാധനാ കർമ്മങ്ങളും, നോമ്പും നമസ്കാരവും ഖുർആൻ പാരായണങ്ങളും സദക്കകളും സക്കാത്തും പ്രാർത്ഥനകളും ദിക്റുകളും ഇസ്തിഗ്ഫാറുകളും ഒക്കെ പടച്ച റബ്ബ് പരിപൂർണമായ അമലുകളായി സ്വീകരിക്കുമാറാവട്ടെ. ലോകപ്രശസ്തനായ സാമൂഹ്യ ശാസ്ത്രജ്ഞനും ചരിത്രകാരനുമായ ഇബ്നു ഖൽദൂൻ്റെ പ്രസിദ്ധമായ ഒരു പ്രസ്താവനയുണ്ട്. ഏതൊരു വസ്തുവും അതിൻ്റെ വളർച്ച ഒരു പ്രത്യേക ഘട്ടത്തിലെത്തിയാൽ പിന്നെ ആ വളർച്ച താഴോട്ടിറങ്ങും. അത് മനുഷ്യനാവാം, മരമാവാം, സംഘടനയാവാം, പ്രസ്ഥാനമാവാം, ഏതാവാം. ഒരു മനുഷ്യ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വചനമുണ്ട്. സൂറത്തുർ റൂമിലെ 54-ാമത്തെ വചനം. അല്ലാഹുല്ലദീ ഖലഖക്കും മിൻ ളഅഫിൻ സുമ്മ ജഅല മിൻ ബഅദി ളഅഫിൻ ഖുവ്വതൻ സുമ്മ ജഅല മിൻ ബഅദി ഖുവ്വത്തിൻ ളഅഫൻ വശൈബ യഖ്ലുഖു മാ യശാഉ വഹുവൽ അലീമുൽ ഖദീർ. അല്ലാഹു സുബ്ഹാനഹു വ തആല തീർത്തും ദുർബലമായ ഒരവസ്ഥയിലാണ് ഒരു മനുഷ്യനെ ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചു പറഞ്ഞയക്കുന്നത്. ഒന്നിനും കഴിയാതെ മലർന്നു കിടന്ന് കരയുവാൻ മാത്രം സാധിക്കുന്ന അവസ്ഥയിൽ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്നു. പിന്നീട് അങ്ങോട്ട് പതുക്കെ ശക്തി പ്രാപിച്ച് യൗവനത്തിൻ്റെ ഏറ്റവും മൂർദ്ധമായ അവസ്ഥയിലേക്ക് അവൻ എത്തുന്നു. പിന്നീട് അവിടെ നിന്ന് അവൻ്റെ തളർച്ചയുടെ കാലമാണ്. ശരീരവും മനസ്സും തളർന്ന് അവസാനം അവൻ്റെ ദൗർബല്യത്തിലേക്കും ദുർബലതകളിലേക്കും അതേപോലെ വാർദ്ധക്യത്തിലേക്കും അവൻ്റെ ജീവിതം എത്തുന്നു. ഇതൊരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ യഥാർത്ഥമായ ഒരു ചിത്രമാണ്. ഒരു മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാലഘട്ടം ഏതാണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം അത് യൗവനം തന്നെയാണ്. ബാല്യവും കൗമാരവുമൊക്കെ ഓർമ്മിക്കാൻ ഇഷ്ടപ്പെടുന്നതാണെങ്കിലും ആഗ്രഹങ്ങൾ മനസ്സിൽ മാത്രം കൊണ്ടു നടക്കേണ്ട, നിർവഹിക്കാൻ സാധിക്കാത്ത കഴിവുകേടിൻ്റെ കാലമാകുന്നു അത്. വാർദ്ധക്യമെന്ന് പറയുന്നതാവട്ടെ ആഗ്രഹങ്ങൾ മനസ്സിലുണ്ടായാലും സാധിക്കാൻ പറ്റാത്ത ശാരീരിക നിസ്സഹായതകളുടെ കാലമാകുന്നു. യൗവനം എന്ന് പറയുന്നത് ആഗ്രഹിക്കുന്നത് നിർവഹിക്കുന്നത് ആഗ്രഹിക്കാനും സാധിക്കുന്ന ജീവിതത്തിലെ മനോഹരമായ ഒരു കാലഘട്ടം. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ മതമായ ഇസ്ലാം യൗവനത്തിന് പ്രത്യേകമായ പ്രാധാന്യം നൽകുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രവാചകനോട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ ഏറ്റവും കൂടുതൽ പരിഗണിക്കപ്പെടേണ്ട കാലമാകുന്നു അവൻ്റെ യുവത്വകാലം. പടച്ച റബ്ബ് നാളെ പരലോകത്ത് മനുഷ്യനോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളിൽ ഒരു ചോദ്യമായിട്ട് പഠിപ്പിക്കപ്പെട്ടത് അവൻ്റെ യൗവനം എന്തിനു വേണ്ടിയാണ് ചെലവഴിച്ചത് എന്ന് തീർച്ചയായും അള്ളാഹു അവനോട് ചോദിക്കും എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ്റെ യൗവനകാലം ഏറ്റവും നല്ല രൂപത്തിൽ ചെലവഴിക്കണമെന്ന് ഇസ്ലാം കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. വാർദ്ധക്യത്തിലേക്ക് എത്തും മുമ്പുള്ള യൗവനത്തെ മനോഹരമായ പ്രവർത്തനങ്ങൾ കൊണ്ട് സമ്പന്നമാക്കണമെന്ന് അല്ലാഹു തആല മനുഷ്യരെ ഉണർത്തുന്നുണ്ട്. ആ യൗവനകാലത്ത് മനുഷ്യൻ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് മറ്റു കാലങ്ങളെക്കാൾ അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലമുണ്ട് എന്ന് പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നാളെ പരലോകത്ത് കത്തുന്ന സൂര്യന് കീഴെ മനുഷ്യൻ ഉരുകി വലിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 7 വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് അള്ളാഹു തൻ്റെ അർശിൻ്റെ തണൽ കൊണ്ട് അവരെ ആദരിക്കുമെന്ന് പറയുന്ന കൂട്ടത്തിൽ ആ 7-ൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു തന്നത് വശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാ. ഒരു ചെറുപ്പക്കാരൻ അവൻ്റെ യൗവനത്തെ അള്ളാഹുവിന് കീഴ്പ്പെടുത്തി അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് അവൻ്റെ യുവത്വകാലം ചെലവഴിച്ച ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരന് നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ അർശിൻ്റെ തണലുണ്ട് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാലഘട്ടമായ യുവത്വത്തെ അതിൻ്റെ ഏറ്റവും നല്ല രൂപത്തിൽ ചെലവഴിക്കുവാൻ ഒരു മനുഷ്യന് സാധിച്ചാൽ അവൻ ജീവിതത്തിലെ മഹാഭാഗ്യവാനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. വിശുദ്ധ റമദാനും അതിൻ്റെ ആദ്യ പകുതിയിൽ നിന്ന് താഴോട്ടിറങ്ങുകയാണ്. ഇന്നത്തെ നോമ്പ് കൂടി കഴിഞ്ഞാൽ ഇനി നോൽക്കാനുള്ളത് 14, 13, 12, 11 അത് താഴോട്ട് പോരുകയാണ്. എണ്ണത്തിൽ കുറവുണ്ടാകുമെങ്കിലും പ്രതിഫലത്തിൻ്റെ കാര്യത്തിൽ ഏറെ അനുഗ്രഹീതമായ ദിനരാത്രങ്ങളാണ് നമ്മുടെ മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിശുദ്ധ റമദാനിൻ്റെ അവസാന ദിനങ്ങളിലേക്ക് എത്തും തോറും നമ്മളുടെ ഊർജ്ജസ്വലതയും ആർജവവും താല്പര്യവും കൂടിക്കൂടി വരികയും കൂടുതൽ നന്മയ്ക്ക് വേണ്ടിയുള്ള നമ്മുടെ പോരാട്ടങ്ങൾ ശക്തമാക്കുകയും അള്ളാഹുവിൻ്റെ അടുക്കൽ ഈ ദിവസങ്ങളെ നമുക്ക് ഉപകാരപ്പെടുന്ന
മനോഹരമായ ദിവസങ്ങളാക്കി മാറ്റാൻ നമ്മൾ കഠിനമായി പ്രയത്നിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ പ്രവാചകന്മാരും നോമ്പതിൻ്റെ അവസാന ഭാഗത്തേക്ക് എത്തുംതോറും അവരുടെ പ്രവർത്തനങ്ങൾ, ഇബാദത്തുകൾ, നോമ്പിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ അത് ഏറ്റവും ഊർജ്ജസ്വലമായ രൂപത്തിലേക്ക് മാറ്റാറുണ്ട് എന്ന് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ സമൂഹത്തിന് സംഭവിക്കാറുള്ള ഒരു അബദ്ധം എന്ന് പറയുന്നത് നോമ്പിൻ്റെ പകുതിയാകുമ്പോഴേക്ക് അവരുടെ ആർജവവും ഊർജവും താല്പര്യവും അവസാനിച്ച് പിന്നെ നോമ്പിൻ്റെ മൂഡിൽ നിന്ന് മറ്റൊരു മൂഡിലേക്ക്, പെരുന്നാളിൻ്റെ ഷോപ്പിങ്ങിൻ്റെ ആരവങ്ങളുടെ ആഘോഷങ്ങളുടെ ആ ഒരു മൂഡിലേക്ക് മനുഷ്യൻ മാറിപ്പോകുന്ന അവസ്ഥ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. ഒരു മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയമാകുന്നു ഈ രൂപത്തിലുള്ള ഒരവസ്ഥ. അതുകൊണ്ട് ഷോപ്പിങ്ങും പെരുന്നാളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ നേരത്തെ നിർവഹിച്ച് നോമ്പിൻ്റെ അവസാന ഭാഗങ്ങൾ, പ്രത്യേകിച്ച് അവസാനത്തെ 10 നാളുകൾ അള്ളാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടി മാത്രം മാറ്റിവെക്കാവുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ പദ്ധതികളും പ്ലാനുകളും തയ്യാറാക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹീതമായ ഈ മാസത്തിനെ ഉപയോഗപ്പെടുത്താൻ കഴിയാതെ തോറ്റുപോകുന്നവരുടെ കൂട്ടത്തിൽ നമ്മളും ഉൾപ്പെട്ടേക്കും. അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.